ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇതൊന്ന് ചിന്തിക്കണം. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ? എന്തിനാണ് ഈ ദൈവവചനം നമുക്ക് തന്നിരിക്കുന്നത്? എഴുതപ്പെട്ട ദൈവവചനം, പുതിയ നിയമം നമുക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ആൾക്കാരെന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഒന്ന് ചിന്തിക്കണം. നമുക്ക് ഒത്തിരി പാരമ്പര്യമൊക്കെ പറയാനുണ്ടാകും, അതവിടെ നിൽക്കട്ടെ. പാരമ്പര്യം ദൈവവചനമായിട്ട് ഒരു ബന്ധവുമില്ല. പാരമ്പര്യം നമ്മളെ രക്ഷിക്കത്തില്ലേ? കർത്താവിന് മാത്രം നമ്മളെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ജീസസ് ഈസ് എ സേവിയർ എന്ന് പറയുന്നത്. യേശു മാത്രം രക്ഷകൻ. നമ്മുടെ പാരമ്പര്യം നമ്മളെ രക്ഷിക്കത്തില്ല. അപ്പോൾ എന്തിനാണ് നമ്മളെ കർത്താവ് വിളിച്ചത്? എന്തിനാണ് നമുക്ക് ദൈവവചനം തന്നത്? പരിശുദ്ധാത്മാവെന്ന സഹായനെ നമുക്ക് എന്തിനാണ് തന്നത്? ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? ഇത്രയും കാര്യങ്ങളിലും ബേസിക്കലി ഒന്ന് തിരിച്ചത്. നമ്മളെ കൊണ്ട് ഇട്ട് കഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ ഭാരപ്പെടുത്താനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് പണിഷ്മെൻ്റ് തരാനോ ഒന്നുമല്ല. ഈ ലോകം ഇത് ഒരു ഫോളൻ വേൾഡ് അല്ലെങ്കിൽ വീഴ്ചയുള്ള ലോകമാണ്. പിശാചിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ലോകം. അവിടെ പിശാചിൻ്റെ കെണിയിലും തന്ത്രത്തിലും പെട്ട് അവൻ്റെ അട്രാക്ഷൻസ്, അവൻ നമ്മളെ പലതും കാണിച്ച് മോഹിപ്പിക്കും. നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന അല്ലെങ്കിൽ തീരുമാനം എടുക്കുമ്പോൾ പല കാര്യങ്ങളും കൂടുതലായിട്ട് അവൻ നമ്മളെ കാണിച്ച് നമ്മൾ വീഴിക്കാൻ നോക്കുക. അപ്പം നമ്മൾ അതിൽ വീണ് പോയി കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു, അവൻ്റെ വഴിയെ നമ്മൾ പോയിട്ട് അവൻ്റെ അന്ത്യം തന്നെ നമുക്ക്. ഇത് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന, നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വർഗസ്നായ പിതാവിന് അറിയാവുന്നത് കൊണ്ടാണ് നമ്മളെ പലപ്പോഴും ഒരു നമുക്ക് തോന്നും ഒരു കടിഞ്ഞാണിട്ടിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ നമുക്കറിയാം ഈ ചില മൃഗങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഈ മൂക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അത് ആദ്യം ഓർത്തോണം. നമ്മളോർത്ത് നമ്മുടെ ഫ്രീഡം കളയാൻ, നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ അടിമത്വമാണ് കേട്ടോ. നമ്മൾ ഈ തോന്നുന്ന പോലെ കള്ളുപിടിക്കുക അല്ലെങ്കിൽ കഞ്ചാവ് അടിക്കുക, തോന്നിവാസം ജീവിക്കുക, വ്യഭിചാരം ചെയ്യുക, അങ്ങനെ കാണുന്ന ചെളിയിലെല്ലാം ചവിട്ടുക, എന്നിട്ട് ഞായറാഴ്ച കുളിച്ച് കുട്ടപ്പനായിട്ട് പള്ളിയിൽ പോയി നിൽക്കുക, വീണ്ടും ഞായറാഴ്ച വൈകിട്ട് പോയി വീണ്ടും പഴയ പണിയിലിട്ട് പോവുക. ഇതാണ് ക്രിസ്ത്യൻ ലൈഫ്. അതാ വചനം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു കിട്ടും. അവർ തിന്നാനും കുടിക്കാനുമായിട്ട് മാത്രമാണ് ഇരുന്നത്, പ്രാർത്ഥിക്കാനല്ല വരുന്നത്, അല്ലെങ്കിൽ ബൈബിൾ വായിക്കാനല്ല വരുന്നത്. തിന്നാനും കുടിക്കാനും ഇരുന്നു. പിന്നെ എഴുന്നേറ്റതിനാ ദൈവത്തെ ആരാധിക്കാനോ അല്ലെങ്കിൽ എഴുന്നേറ്റത് മഹത്വപ്പെടുത്താനോ ഒന്നുമല്ല, ഡാൻസ് ചെയ്യും. അപ്പോൾ ശ്രദ്ധിച്ചോണം. നമ്മൾ ഇന്ന് ന്യൂജൻ ചർച്ചസിലൊക്കെ ഒത്തിരി വോർഷിപ്പുണ്ട്. അത് ആ ഒരു തരം നമ്മുടെ പഴയുള്ള ഒരു എന്താ പറയുക, നമ്മൾ വിട്ടുകളഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. റോക്ക് മ്യൂസിക്. എനിക്കൊക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ എനിക്കത് പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എറണാകുളത്തൊക്കെ 13AD എന്നൊക്കെ പറഞ്ഞൊരു ബാൻഡ് ഉണ്ടായിരുന്നു. അവിടെ അവരുടെ പ്രോഗ്രാം വരുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകുമായിരുന്നു. ഞാൻ എൻ്റെ ബ്രദറൊക്കെ ഒന്ന് കോട്ടയത്ത് പഠിക്കും, അവരവിടെ നിന്ന് വരും, ഞാനിവിടെ എറണാകുളത്ത് നിന്ന് ബുദ്ധിമുട്ടിപ്പോയി. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൽ ഡാൻസ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം കള്ള കുടിച്ചിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ മതിമറന്ന് നൃത്തം ചെയ്യുക. എന്തൊരു സന്തോഷമായി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപ്പം അങ്ങനെ ആ മ്യൂസിക് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടമാണ്. മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയന്ത്രണവും പോകും. നമ്മൾ ഭയങ്കര ഒരു വേറൊരു ലെവലിലേക്ക് പോകുന്ന ഒരാൾ, അവർ പെട്ടെന്ന് അവർക്കൊരു മാനസാന്തരം ഉണ്ടായെന്ന് വിചാരിക്കും. മനസ്സില്ല, മനസ്സോടെ കർത്താവിനെ പറയും. അപ്പോൾ ചെന്ന സ്ഥലത്ത് ജോയിൻ ചെയ്ത ആ ചർച്ചിൽ അടിപൊളി മ്യൂസിക്കും ലൈറ്റ്സും ഈ എന്താ പറയുക ഫ്ലാഷ് ലൈറ്റ്സും അതേ അറ്റ്മോസ്ഫിയർ, അതേ ഹെവി മെറ്റൽ, ഹെവി മ്യൂസിക്, അതേ ഡ്രസ്സിങ്, അതേ ഇൻസ്ട്രുമെൻറ്റ്സ്, അതേ സ്റ്റൈൽ, അതേ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഉള്ളി ലിറിക്സ് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ജീസസ് ഐ ലവ് യു ജീസസ് ഒക്കെ വെക്കുന്നില്ല. അതൊന്നും ആരും കേൾക്കുന്നില്ല, അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ആ പഴയ അതേ സ്പിരിറ്റിലാണ് നമ്മളിവിടെ തുള്ളുന്നത്. പക്ഷേ ഇതൊരു ലൈസൻസ്ഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സഭയുടെ ബാക്കപ്പാണ്, അല്ല ലേബലുണ്ട്. നമ്മളിതിനെ വോർഷിപ്പ് എന്നാണ് വിളിക്കുന്നത്. പണ്ട് കോൺസേർട്ട് എന്നായിരുന്നു പറയുന്നത്, ഇന്ന് വോർഷിപ്പ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ നമ്മൾ നോക്കിയറിയാം, ലേബൽ മാത്രമേ വ്യത്യാസമുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ പേര് മാത്രമേ ഉള്ളൂ വ്യത്യാസം. കണ്ടന്റ് എല്ലാം ഓൾമോസ്റ്റ് സെയിം.
ചില വേർഡ്സ് മാറ്റിയിട്ടുണ്ട്. മ്യൂസിക് സെയിമാണ്, സൗണ്ട് സിസ്റ്റം സെയിമാണ്, ഒരു ആംബിയൻസ് സെയിമാണ്, എല്ലാം. പിന്നെ കള്ളും കഞ്ചാവൊന്നുമില്ല, പക്ഷെ ആ മ്യൂസിക്കിൻ്റെ ഒരു ലഹരിയുണ്ടല്ലോ. അത് ആ പാട്ട് ചില ആൾക്കാരോട് ചോദിച്ചറിയാം. അവർ അവിടെ ചോദിക്കും നമ്മൾ ഏത് ചർച്ചിലോ എൻ്റെ ചർച്ച എങ്ങനെയുണ്ട് ചർച്ച, അടിപൊളി വോർഷിപ്പ്, എന്നാ മ്യൂസിക്. എന്നാന്ന് വെച്ചാൽ ആ മ്യൂസിക്കിനോട് മാത്രം, ഈ മ്യൂസിക്കിനകത്ത് വലിയൊരു ഡിസപ്ഷൻ ഉണ്ട് കേട്ടോ, വളരെ ശ്രദ്ധിച്ചോണം. മ്യൂസിക്കിനകത്ത് ഭയങ്കര ഒരു ഡിസപ്ഷൻ ഉണ്ട്. അനേക ആൾക്കാർ അത് അറിയുന്നില്ല. അവരുടെ വിചാരം ഈ മ്യൂസിക് കേട്ട് നമ്മുടെ ഉള്ളിൽ ഒരു വികാര തള്ളലുണ്ടാവും, നമ്മുടെ ഫീലിങ്സിനെ ഇത് തൊട്ടുണർത്തും. അത് നമ്മുടെ ജഡത്തിൽ നിൽക്കുക. ഫീലിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ സോളിൻ്റെ ഒരു പാർട്ടാണ്. അതിന് ആത്മാവുമായിട്ട് ബന്ധമൊന്നും അകത്തോട്ട് ചെല്ലുന്നില്ല. കാരണം അകത്തോട്ടത് ചെല്ലുമെങ്കിൽ, അല്ലെങ്കിൽ മോസ്റ്റ് ഹോളി പ്ലേസ്, നമുക്കറിയാം പഴയ ദേവാലയങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചെങ്കിൽ ഔട്ടർ കോർട്ട്, ഹോളി പ്ലേസ്, മോസ്റ്റ് ഹോളി പ്ലേസ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ്. അപ്പം ഈ മ്യൂസിക് ദേഹവും കടന്ന് ദേഹി വരെ ചെല്ലും എന്ന് പറഞ്ഞാൽ മൈൻഡിൽ, അല്ലെങ്കിൽ നമ്മുടെ വികാര മണ്ഡലത്തെ ഉണർത്തി നമുക്കൊരു വികാരം തന്ന് അവിടെ കൊണ്ടങ്ങ് നിർത്തും. അകത്തോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. കാരണം നമ്മുടെ വിചാരം ഇതാണ് യഥാർത്ഥമായിട്ടുള്ള ആത്മാവിൻ്റെ അഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ സ്വിറ്റ്സർലൻഡിന് പോകാനായിട്ട് ഇറങ്ങി യാത്ര ചെയ്യുമ്പോൾ കുട്ടിക്കാലം ചെല്ലുമ്പോൾ നമുക്ക് നല്ല മഞ്ഞും ആ ഒരു എന്തൊക്കെയോ ഒരു ആറ്റ്മോസ്ഫിയർ തോന്നുമ്പോൾ നമ്മൾ ഓർക്കും സ്വിറ്റ്സർലൻഡിനെക്കാട്ടിലും ഭംഗിയത്, അല്ലെങ്കിൽ ഇതാണ് സ്വിറ്റ്സർലൻഡ്. അവിടെ കൊണ്ട് നമ്മൾ യാത്ര സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ അവിടെ നിന്ന് മതിമറക്കും. നമ്മൾ എവിടെപ്പാണ് ഇറങ്ങിയത്? നമ്മളവിടെ ചെന്നു. യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ഭംഗിയല്ല, സ്വിറ്റ്സർലൻഡിൻ്റെ ഭംഗി നമുക്കിവിടെ കിട്ടിയോ? അതിൻ്റെ ചെറിയൊരു പതിപ്പ് നമ്മൾ കണ്ടപ്പോൾ തന്നെ നമ്മൾ തൃപ്തരായി എന്ന് പറഞ്ഞ പോലെയാണ് പല വോർഷിപ്പും. ശരിക്കും ആ ഹോളി പ്ലേസ് വരെ ചെല്ലുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ജഡം വരെ ചെല്ലുന്നുള്ളൂ, ആത്മാവിലോട്ട് അത് കയറുന്നില്ല. കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാണ് സത്യ നമസ്കാരി. കർത്താവിനെ ഇരിക്കട്ടെ.